പ്രിയപ്പെട്ട കുട്ടികളെ, ഇലക്ട്രോ കെമിസ്ട്രിയുടെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്റ്റൻസ്, കണ്ടക്ടിവിറ്റി, കാപ്പ അതൊക്കെ വിശദമായിട്ട് പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പുതിയ കുറച്ച് ടോപ്പിക്കായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടക്ടിവിറ്റി മെഷർ ചെയ്തത്? സെൽ കോൺസ്റ്റൻ്റ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇത് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ള ടേമായിട്ടാണ് വരുന്നത്. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് നോക്കാതെ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വേറെ ഡെഫിനിഷനാണ് മോളാർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്താ നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് ദി കണ്ടക്റ്റൻസ് ഓഫ് യൂണിറ്റ് വോള്യൂം ഓഫ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും ഈ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, 1 മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസ്. നമ്മളൊരു സൊല്യൂഷൻ എടുക്കുക, അതിലെന്തുണ്ട്? 1 മോൾ ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ടക്റ്റൻസിനെ പറയുന്ന പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എം ഇട്ടോ, അങ്ങനെ എഴുതിയാൽ എന്താണ്? ലാംഡ എം. ഇത് ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ലാംഡ ആണ്, ഇത് സ്മോൾ ലെറ്റർ ലാംഡ ആണ്. ഇത് ലാംഡ എം എന്ന് കൊടുക്കുക. മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ? ഇറ്റ് ഈസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ kept between 2 electrodes with unit area of cross section and a distance of unit length. നമ്മൾ എന്താണ് അപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി കണ്ടക്റ്റൻസ് ഓഫ് 1 മോൾ ഓഫ് ഡിസോൾവ്ഡ് ഇലക്ട്രോലൈറ്റ് സച്ച് ദാറ്റ് ദ എൻറ്റയർ സൊല്യൂഷൻ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 electrodes of unit length distance and unit area of cross section. അതാണ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എന്ന് കൊടുക്കുന്നത്. ഇനി എങ്ങനെ മോളാർ കണ്ടക്ടിവിറ്റിക്ക് നമ്മൾ എന്താ നൊട്ടേഷൻ എന്താ കൊടുത്ത്? ലാംഡ എം ഈക്വൽ ടു, നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്തായിരുന്നു കാപ്പ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി കണ്ടക്റ്റൻസ് ഓഫ് യൂണിറ്റ് വോള്യൂം ഓഫ് സൊല്യൂഷൻ ആണ് കാപ്പ. കാപ്പ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോള്യത്തിന്റെ കണ്ടക്റ്റൻസ്. ഇനി സി എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ, സി നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. സി എടുക്കുന്നത് നമ്മൾ മോൾ പെർ മീറ്റർ ക്യൂബിലാണെങ്കിൽ, എന്താ പറയുന്നത്? 1 മീറ്റർ ക്യൂബിൽ സി എന്നുള്ളത് മോൾ പെർ മീറ്റർ ക്യൂബ്, ഇതാണ് കോൺസെൻട്രേഷൻ എങ്കിൽ 1 മീറ്റർ ക്യൂബിൽ സി മോൾ ഉണ്ട്. 1 മീറ്റർ ക്യൂബിൽ സി മോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു? 1 മീറ്റർ ക്യൂബിൻ്റെ കണ്ടക്റ്റൻസ് എന്താണ്? കാപ്പയാണ്. അപ്പോൾ അതിൽ എത്ര മോളുണ്ട്? സി മോളുണ്ട്. അപ്പോൾ 1 മോളിൻ്റെ എന്തായിരിക്കും? കാപ്പ ഡിവൈഡഡ് ബൈ സി. ക്ലിയർ ആയോ? ഇത് എങ്ങനെ ഈ ഡെഫിനിഷൻ എങ്ങനെയാ വന്ന്? ഇത് കാണാതെ പഠിച്ചാൽ മതി. ലാംഡ എം ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ സി. എന്തായിരുന്നു കാപ്പ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി കണ്ടക്റ്റൻസ് ഓഫ് യൂണിറ്റ് വോള്യൂം ഓഫ് സൊല്യൂഷൻ ആണ്. ഇനി എന്താണ് അതിൻ്റെ കോൺസെൻട്രേഷൻ? എന്താ കൊടുത്തത്? എന്താണ്? സി മോൾ പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ഒരു മീറ്റർ ക്യൂബിൽ എത്ര മോളുണ്ട്? സി മോളുണ്ട്. ഒരു മീറ്റർ ക്യൂബിൻ്റെ കണ്ടക്റ്റൻസ് എന്താണ്? കാപ്പയാണ്. അപ്പോൾ അതിൽ എത്ര മോളുണ്ട് എന്നാണ് പറഞ്ഞത്? സി മോളല്ലേ. അപ്പോൾ ഒരു മോളിൻ്റെ എന്താ ഉണ്ടാവുക? കാപ്പ ഡിവൈഡഡ് ബൈ സി എന്നാണ് ഉണ്ടാവുക. സോ ലാംഡ എം ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ സി. എന്തായിരിക്കും അതിൻ്റെ യൂണിറ്റ്? എന്താ കൊടുക്കുക? നമ്മളിവിടെ എടുത്ത ഈ കാപ്പയുടെ യൂണിറ്റ് എന്താണ്? സീമെൻസ് മീറ്റർ ഇൻവേഴ്സ്. ഈ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റോ? മോൾ മീറ്റർ റൈസ് ടു -3. അപ്പോൾ ഇത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മീറ്റർ റൈസ് ടു 3 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് ഇങ്ങനെ കിട്ടുക, സീമെൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇതല്ലേ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ആ ഇക്വേഷൻ നോക്കൂ. ലാംഡ എം ഈക്വൽ ടു ഓക്കെ എങ്ങനെ കൊടുക്കാം? 1000 കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. സാധാരണ കോൺസെൻട്രേഷൻ മോൾ പെർ മീറ്റർ ക്യൂബിൽ നമ്മൾ പറയലില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? മൊളാരിറ്റിയിൽ പറയാം നമുക്ക്. ഓക്കെ, ഇത് മൊളാരിറ്റിയിൽ പറയാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെയായി 1000 കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താ കൊടുക്കുക? നമ്മൾ ഇവിടെ കാപ്പയുടെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സീമെൻസ് മീറ്റർ ഇൻവേഴ്സ് അല്ല കേട്ടോ, സീമെൻസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഈ 1000 കൊടുത്തത് നമ്മൾ ആ മോൾ പെർ ലിറ്ററിനെ മാറ്റാൻ വേണ്ടിയിട്ട് സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റാനാണ്. അപ്പോൾ ലാസ്റ്റ് ഇവിടെ യൂണിറ്റ് എന്താ കിട്ടുക അറിയോ? ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് സീമെൻസ് പിന്നെ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആയിരിക്കും. എന്തിനാ അത് കൊടുത്തതെന്ന് നോക്കണേ, ശ്രദ്ധിക്കണേ. ഇവിടെ ഈ 1000 കൊടുത്ത് നമ്മളെ മൊളാരിറ്റിയുടെ മോൾസ് പെർ ലിറ്ററിനെ എന്തിലേക്ക് മാറ്റാണ്? സെൻറ്റിമീറ്റർ ക്യൂബിലേക്കൊക്കെ മാറ്റാനാണ്. അപ്പോൾ അവസാനം യൂണിറ്റ് എന്താ കിട്ടിയ? എന്താണ് നോക്കൂ, ആദ്യം പഠിച്ച് സീമെൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്, ഇവിടെ സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ലാംഡ എം ഈക്വൽ ടു 1000 കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഇനി ഇവിടെ നോക്കൂ, യൂണിറ്റുകൾ
യൂണിറ്റുകൾ, ദെൻ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്, അല്ലെങ്കിൽ സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇനി ആ ഒരു ഇത് വളരെ സിമ്പിൾ ആണല്ലോ. അത് 1 സീമെൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ഈക്വൽ ടു മീറ്റർ സ്ക്വയറിനെ സെൻറ്റിമീറ്റർ സ്ക്വയറിലാക്കുമ്പോൾ 10⁴. അത് എളുപ്പമാണ്. 10⁴ സീമെൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ദെൻ 1 സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ഈക്വൽ ടു 10⁻⁴ സീമെൻസ് മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. അപ്പോൾ എന്തായിരുന്നു മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി കണ്ടക്റ്റൻസ് ഓഫ് 1 മോൾ ഓഫ് ഡിസോൾവ്ഡ് ഇലക്ട്രോലൈറ്റ്. പിന്നെ ബാക്കി ഡെഫിനിഷനിൽ പറയുന്ന കാര്യങ്ങൾ കൂടി എന്താ? ഇക്വേഷൻ എന്താണ്? ലാംഡായം ഈക്വൽ ടു 1000 കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഇക്വേഷൻ കാണാതെ പഠിക്കണം. അതിൻ്റെ യൂണിറ്റ് എന്താ? സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇനി അടുത്ത നമുക്ക് ഈ നമ്മൾ കാപ്പ പഠിച്ചിട്ടുണ്ട്, അതേപോലെ ലാംഡായമും പഠിച്ചു. ഈ കാപ്പയും ലാംഡായമും തമ്മിൽ ഒക്കെ ഡയല്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും റിലേഷൻഷിപ്പ്? ഡയല്യൂട്ട് ചെയ്താൽ കോൺസെൻട്രേഷൻ മാറുമ്പോൾ കാപ്പക്ക് എന്താ സംഭവിക്കുക, ലാംഡായമ്മിന് എന്താ സംഭവിക്കുക എന്ന്. അപ്പോൾ നോക്കൂ, ഇത്രയേ ഉള്ളൂ പറയുന്നത്. നമ്മളൊരു ബീക്കറിൽ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിൽ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. വാട്ടർ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇതിന് കാപ്പ നമ്മൾ നോക്കി, കാപ്പ. അതേപോലെ ലാംഡായമ്മും നോക്കി. ഇത് കണ്ടക്ടിവിറ്റി, ഇത് മോളാർ കണ്ടക്ടിവിറ്റി. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താണ്? വാട്ടർ ആഡ് ചെയ്താൽ എന്താണത്? ഡയല്യൂട്ട് ചെയ്യുകയാണല്ലോ. ഇങ്ങനെ ഡയല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഡയല്യൂട്ട് ചെയ്താൽ വെള്ളം ആഡ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. ഇങ്ങനെ ഡയല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാപ്പക്ക് സംഭവിക്കുക, എന്താ ലാംഡായമ്മിന് സംഭവിക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായിരുന്നു കാപ്പ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി കണ്ടക്റ്റൻസ് ഓഫ് യൂണിറ്റ് വോള്യൂം ഓഫ് സൊല്യൂഷൻ ആണ്. 1 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ ഒക്കെ കണ്ടക്റ്റൻസ്. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ എന്താണ്? ഇപ്പം യൂണിറ്റ് വോള്യത്തിൽ, ഇത് യൂണിറ്റ് വോള്യാണെങ്കിൽ ഇതിൽ 1000 അയോൺസ് ഉണ്ട് വിചാരിക്കുക. ആദ്യം വെള്ളം ചേർത്തപ്പോൾ എന്താ സംഭവിച്ച്? വോള്യം അതന്നെയാണ്, പക്ഷേ അതിലുള്ള അയോൺസിൻ്റെ എണ്ണം കുറയൂലേ? ഇവിടെ ഉപ്പുവെള്ളം നമ്മൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്. അതിക്ക് വീണ്ടും വെള്ളം ചേർത്താൽ ഒക്കെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. അതായത് ആ യൂണിറ്റ് വോള്യത്തിലുള്ള അയോൺസിൻ്റെ എണ്ണം കുറയൂലേന്ന്. അപ്പോൾ അത് കാരണം അയോൺസിൻ്റെ എണ്ണം കുറഞ്ഞാൽ കണ്ടക്റ്റൻസ് എന്ത് ചെയ്യും? കുറയൂലേ? അപ്പോൾ എന്താ മനസ്സിലായത്? എന്താണ്? ആസ് ഡയല്യൂഷൻ ഇൻക്രീസസ്, അല്ലെങ്കിൽ വെള്ളം ചേർത്താൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ കാപ്പ് എന്ത് ചെയ്യും? കുറയും. മനസ്സിലായില്ല? ആസ് ഡയല്യൂഷൻ ഇൻക്രീസസ് കാപ്പ ഡിക്രീസസ്. നോക്ക്, വായിച്ചു നോക്കൂ. കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് വിത്ത് decrease in concentration both for strong and weak electrolyte. Clear ആയല്ലോ? എന്തായാലും കാരണം എന്താണ്? This is due to the fact that number of ions per unit volume that carry current in a solution decreases on dilution. ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ. ദെൻ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ആക്ച്വലി മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ that a given concentration is the conductance of the volume V of solution containing എന്തായാലുള്ളത് 1 mole of ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കട്ടോ, ഇവിടെ നമ്മൾ സോഡിയം ക്ലോറൈഡ് തന്നെ ആയിക്കോട്ടെ. നമ്മൾ സോഡിയം ക്ലോറൈഡ് ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതിൽ എന്താ സോഡിയം ക്ലോറൈഡിന്റെ 1 മോൾ എന്ന് പറഞ്ഞാൽ അത്ര? സോഡിയം 23 ആണ്, ക്ലോറിൻ 35.5 ആണ്. അപ്പോൾ എത്ര കിട്ടുക നിങ്ങൾക്ക്? 58.5 ഗ്രാം അല്ലേ? 58.5 ഗ്രാം സോഡിയം ക്ലോറൈഡ് ഈ സൊല്യൂഷനിലുണ്ട് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാംഡായം മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പം നമ്മളിതിലേക്ക് വെള്ളം ചേർത്താൽ ഇപ്പം ഇതിൽ 1 ലിറ്റർ വാട്ടർ ഉണ്ട് വിചാരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പം നമ്മളിതിലേക്ക് വീണ്ടും വെള്ളം ചേർക്കുന്നു. ദെൻ ഓക്കെ 1.25 ലിറ്റേഴ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഇത്രയും സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസ് നോക്കിയാലേ ലാംഡായം ആവുള്ളൂ. എന്താ കാരണം? എന്താ? 1 മോൾ ഇലക്ട്രോലൈറ്റ് പിന്നെ ഇതിലല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മൊത്തം നോക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ ഇതാണ്. ദെൻ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ലാംഡായമ്മിന് എന്ത് സംഭവിക്കുന്നു? നമ്മൾ കാപ്പയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഉറപ്പിച്ച് പറഞ്ഞു, ഡയല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് കുറയും, അതുകൊണ്ട് കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ അയോൺസ് അപ്പോഴും ഇതിലുണ്ടല്ലോ. നേരത്തെ 1 ലിറ്ററിലുള്ളതാണ്, പക്ഷെ ഇപ്പോൾ 1.25 ലിറ്ററിൽ മെഷർ ചെയ്യണ്ടേ? കാരണം 1 മോൾ ഇലക്ട്രോലൈറ്റ്, അതിൽ 1 മോൾ അയോൺസ് അപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് കാണാൻ പറ്റിയൊരു ഗ്രാഫാണിത്. എന്താ ഈ ഗ്രാഫിലുള്ളത്? ലാംഡായം എഗെയിൻസ്റ്റ് √C ആണ് കേട്ടോ ഗ്രാഫ്. ഞാൻ വേണമെങ്കിൽ ആ ഗ്രാഫ് ഒന്ന് ഇവിടെ ഇങ്ങനെ വരക്കാം. ശ്രദ്ധിച്ചോ, ഇവിടെ ലാംഡായം ആണ്, ഇവിടെ ഞാനെടുത്ത് √C ആണ്.
റൂട്ട് സി. ഞാൻ ആ ഗ്രാഫ് കുറച്ചുകൂടി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്, ഒന്ന് നോക്കൂ നിങ്ങൾ. എന്താ നോക്കൂ കേട്ടോ, ഇവിടെ നോക്കൂ. ലാംഡായം എഗെയിൻസ്റ്റ് റൂട്ട് സി, ഇത് ലാംഡായം എഗെയിൻസ്റ്റ് റൂട്ട് സി. കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് കുറയാണ്, ഇങ്ങോട്ട് കൂടുകയാണ്. നോക്കൂ, ദെൻ ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടിയത്. പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഗ്രാഫ് ഇങ്ങനെ കിട്ടിയത്. ഹലോ ശ്രദ്ധിക്ക്, പൊട്ടാസ്യം വെള്ളം ചേർക്കുമ്പോൾ ഡയല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, എന്താണ്, ലാംഡായം കൂടുകയാണ്. വെള്ളം ചേർക്കുമ്പോൾ ലാംഡായം കൂടുകയാണ്. ദെൻ ഇനിയും ഇങ്ങനെ ഗ്രാഫാണ് അസറ്റിക് ആസിഡിന് കിട്ടുന്നത്. ആ ഗ്രാഫ് അവിടെ നോക്കിയാൽ മതി. ഈ അസറ്റിക് ആസിഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഏതാണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ആസ് ഡയല്യൂഷൻ ഇൻക്രീസസ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യല്ല, കാപ്പ ഡിക്രീസ് ചെയ്യാണ്, പക്ഷെ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. എന്താ അതിന് കാരണം, എന്താണ്? ഇവിടെ നോക്കൂ, ലാംഡായം ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചിരുന്നത്, 1000 കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എന്നല്ലേ നമ്മൾ പഠിച്ചിരുന്നത്. 1000 കാപ്പ ഡിവൈഡ് ബൈ മൊളാരിറ്റി നമ്മൾ പഠിച്ചു. ഡയല്യൂട്ട് ചെയ്യുമ്പോൾ കാപ്പ കുറയും എന്ന് പഠിച്ചു. ഡയല്യൂട്ട് ചെയ്യുമ്പോൾ കാപ്പ കുറയും, പക്ഷേ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോള്യം അല്ലേ. ആ വോള്യം ഇങ്ങോട്ടെത്തൂല ഡിവൈഡ് ചെയ്യുമ്പോൾ. ദെൻ ആ കാപ്പ കുറയുന്നതിനേക്കാളും കൂടുതൽ വോള്യം കൂടുന്നുണ്ട്. എടോ ഇത് മൊളാരിറ്റിയുടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോള്യം ഉണ്ട്. ഇക്വേഷൻ എഴുതുമ്പോൾ ഇഫക്റ്റ് വോള്യം മുകളിലല്ലേ വരിക. അപ്പോൾ നമ്മൾ കാപ്പ കുറയുന്നതിനേക്കാളും കൂടുതൽ വോള്യം കൂടുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്താണ്, ആസ് ഡയല്യൂഷൻ ഇൻക്രീസസ് നമ്മൾ എന്താ പറയുന്നത്, ദെൻ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. നോക്ക്, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഡയല്യൂഷൻ. ദിസ് ഈസ് ബിക്കോസ് ടോട്ടൽ വോള്യൂം ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് also increases. It has been found that decrease in kappa on dilution of a solution is more than compensated by increase in its എന്താണുള്ളത്, decrease in kappa on dilution of a solution is more than compensated by increase in its volume. വോള്യം കൂടുന്നുണ്ട്, അപ്പോൾ ലാംഡായം എന്ത് ചെയ്യുന്നു, കൂടുന്നു. ക്ലിയർ ആണല്ലോ. അത് ഡിക്രീസിനേക്കാളും കൂടുതൽ ഇൻക്രീസ് ഇൻ വോള്യം വരുന്നുണ്ട്. അവിടെ ടോട്ടൽ വോള്യം വി ഓഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് ഇൻക്രീസസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി ഇതിന് റീസൺ എന്താണെന്നുള്ളതാണ്. എന്താ നമ്മൾ റീസൺ, ഇതിനെന്താ റീസൺ കൊടുക്കുക എന്നുള്ള ഈ ഗ്രാഫിന് നോക്കുക. നമുക്കതിന് റീസൺ പെട്ടെന്ന് പറയാൻ പറ്റും. നോക്കാം, അസറ്റിക് ആസിഡ് നമ്മളിപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ, അസറ്റിക് ആസിഡ് ആണ് ഇതിലുള്ളതെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്, ആസ് ഡയല്യൂഷൻ ആൽഫ ഈക്വൽ ടു പഠിച്ചത് ഓർമ്മയുണ്ടോ, റൂട്ട് KA/C എന്ന്. ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ കോൺസെൻട്രേഷൻ കുറയും തോറും ആൽഫ എന്ത് ചെയ്യും, കൂടും, ഡിഗ്രി ഓഫ് അയണൈസേഷൻ കൂടും. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്തുകൊണ്ടാണ് ലാംഡായം കൂടിയത്, ആസ് ഡയല്യൂഷൻ ഇൻക്രീസസ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഇൻക്രീസസ്. അതായത് വെള്ളം ചേർക്കുമ്പോൾ കൂടുതൽ അയോൺസ് ഉണ്ടാവുന്നു. അയോൺസ് കൂടിയാൽ സ്വാഭാവികമായിട്ടും മോളാർ കണ്ടക്ടിവിറ്റി കൂടി. ക്ലിയർ അല്ലേ, അത് എളുപ്പമല്ലേ എന്ന്. ഓക്കെ, ദെൻ ഇനി അടുത്തത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ പക്ഷേ ഇതല്ല കേട്ടോ, ഇതല്ല റീസൺ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ ഇത് ആൾവേസ് കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ആണ്, മുഴുവനായിട്ട് അയണൈസ്ഡ് ആണ്. പക്ഷേ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഇവിടക്കിടക്കുള്ള ഇന്റർ അയോണിക് ഇൻട്രാക്ഷൻ കുറയും. കാരണം മൂവ്മെന്റ് കൂടുതൽ, ഇതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ വാട്ടർ വന്നു കഴിഞ്ഞാൽ ഇന്റർ അയോണിക് ഇൻട്രാക്ഷൻ കുറയും. അപ്പോൾ സ്പീഡ് ഓഫ് അയോൺസ് കൂടും. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്തു, മോളാർ കണ്ടക്ടിവിറ്റി കൂടിയെന്ന്. അപ്പോൾ എന്തൊക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്താണ് റീസൺ, എന്താണ്, ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആസ് ഡയല്യൂഷൻ ഇൻക്രീസസ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഇൻക്രീസസ്, ദസ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആസ് ഡയല്യൂഷൻ ഇൻക്രീസസ്, എന്താ ഇൻക്രീസ് ചെയ്യുന്ന, എന്താണെന്നാ പറയുന്നത്, ഇന്റർ അയോണിക് ഇൻട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ സ്പീഡ് ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ദെൻ ഇൻ ദ കേസ് ഓഫ് ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് കാപ്പ ഡിക്രീസസ് വിത്ത് ഡയല്യൂഷൻ. ശ്രദ്ധിക്കണേ, കാപ്പ ഡിക്രീസസ് വിത്ത് ഡയല്യൂഷൻ, ബട്ട് ലാംഡായം ഇൻക്രീസസ് വിത്ത് ഡയല്യൂഷൻ. ഡയല്യൂട്ട് ചെയ്യുമ്പോൾ കാപ്പ ഡിക്രീസ് ചെയ്യും. ഡയല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കാപ്പ ഡിക്രീസ് ചെയ്യും, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതിനൊക്കെ ഇനിയും
അടുത്തത് മോളാർ കണ്ടക്ടിവിറ്റി എന്താ എഴുതിയെന്താണ് റീസണൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ബീക്കറിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഡയല്യൂട്ട് ചെയ്ത് ഒരുപാട് വാട്ടർ ആഡ് ചെയ്ത് ഇൻഫിനിറ്റ് എമൗണ്ട് വാട്ടർ ആഡ് ചെയ്താൽ അന്നേരമുള്ള കണ്ടക്ടിവിറ്റിയെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. വെൻ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ അപ്രോച്ചസ് സീറോ ദ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് കോൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? നമ്മൾ ദെൻ ഒരുപാട് വാട്ടർ ദെൻ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് സീറോ, ദാറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഈസ് കോൾഡ് ദെൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട് കേട്ടോ. എന്താ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? വെൻ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ അപ്രോച്ചസ് സീറോ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് കോൾഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ക്ലിയർ അല്ലേ അത്? ഇനി അടുത്തത് ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ്. നോക്കൂ, ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ്, ഈ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഗ്രാഫ് നമ്മൾ ഇങ്ങോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ നോക്കടാ, ഇവിടെ എത്തുമ്പോൾ റൂട്ട് സി എന്നുള്ളത് 0 ആണ്. അപ്പോൾ ദെൻ അന്നേരം 0 കോൺസെൻട്രേഷൻ, ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? ലാംഡായം 0 എന്ന് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഈ ഗ്രാഫ് ലാംഡായം അഗെയിൻസ്റ്റ് റൂട്ട് സി ഗ്രാഫ് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലാംഡായം 0 കണ്ടുപിടിക്കാം. ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ലാംഡായം 0 ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ extrapolating the graph as lambda m varies linearly. പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഒരു കാര്യം കൂടിയും, ഒരു ഇക്വേഷൻ ഉണ്ട് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ. ആ ഇക്വേഷനെ പറയുന്ന പേര് ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്നാണ്. ഓൺസാഗർ ഇക്വേഷൻ, ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? എന്താ? ലാംഡായം ഈക്വൽ ടു ലാംഡായം 0 മൈനസ് എ റൂട്ട് സി എന്നാ. എ അല്ലെങ്കിൽ സി റൈസ് ടു ഹാവ് എ റൂട്ട് സി. ക്ലിയർ ആണല്ലോ ഇക്വേഷന്? ലാംഡായം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ലാംഡായം 0? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. എ എന്നുള്ളതൊരു കോൺസ്റ്റന്റ് ആണ്, റൂട്ട് സി. ബുദ്ധിമുട്ടില്ല വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി രൂപത്തിലുള്ള ഗ്രാഫ്, ഇത് എം എക്സ് ഇത് സി. അപ്പോൾ ലാംഡായം എഗെയിൻസ്റ്റ് റൂട്ട് സി ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. y ഇന്റർസെപ്റ്റ് ലാംഡായം 0, ഇതിൻ്റെ സ്ലോപ്പ് മൈനസ് എ ആയിരിക്കും, താഴേക്കാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനാണ് ഈ ഗ്രാഫ് കിട്ടുക. ദെൻ ഇതിനാണ് ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. വായിച്ചു നോക്കും. എ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് ഫോർ എ ഗിവൺ സോൾവെന്റ് ആൻഡ് ടെമ്പറേച്ചർ ഓക്കെ. എ എന്നുള്ളത് കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ സോൾവെന്റ് ആൻഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇതിനൊക്കെ ദ ചാർജസ് ഓൺ ദി കാറ്റയോൺ ആൻഡ് ആനിയോൺ പ്രൊഡ്യൂസ്ഡ് ഓൺ ദി ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻ ദി സൊല്യൂഷൻ. അതിനെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്. നോക്കൂ, സോഡിയം ക്ലോറൈഡ് ഒരു 1,1 ഇലക്ട്രോലൈറ്റ് ആണ്, Na+ഉം Cl-ഉം. ദെൻ കാൽസ്യം ക്ലോറൈഡ് Ca2+ഉം Cl- ആണ്, അപ്പോൾ 2,1 ഇലക്ട്രോലൈറ്റ് ആണ്. MgSO4 ഒരു 2,2 ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾ ഇലക്ട്രോലൈറ്റ്സ് ഓഫ് എ particular type have the same value of A. ക്ലിയർ ആണല്ലോ? അത് എങ്ങനെ ഗ്രാഫ് എങ്ങനെയാണ് വരച്ചത്? ഇത് നമ്മൾ ഇത് y ആണ്, ഇത് mx ആണ്, ഇത് c ആണ്. mx ഇത് c ആണ്. അപ്പോൾ y ഈക്വൽ ടു mx പ്ലസ് c രൂപത്തിൽ ലാംഡായം എഗെയിൻസ്റ്റ് റൂട്ട് സി ഗ്രാഫ് വരച്ചു. സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. സ്ലോപ്പ് എന്തായിരിക്കും എന്നാ പറഞ്ഞ്? മൈനസ് എ എന്ന് കിട്ടും. മൈനസ് എ. ആ എ എന്നുള്ളത് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇക്വേഷൻ്റെ പേരാണ് ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. ഇത് ആർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് എങ്ങനെ ലാംഡായം 0 കണ്ടുപിടിക്കാം? എങ്ങനെ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഗ്രാഫ് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളതല്ലേ പറഞ്ഞ്. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റിന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ലോ ഉണ്ട്. ആ ലോയുടെ പേരാണ്, ഒന്ന് വായിച്ചു നോക്കിയേ, കോൾഡ്രാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ദെൻ ഇത്രയേ ഉള്ളൂ കോൾഡ്രാഷസ് ലോ പറയുന്നത്. ദെൻ ലാംഡായം 0 ഓഫ് NaCl എന്ന് പറഞ്ഞാൽ ലാംഡ 0 m Na+ പ്ലസ് ലാംഡ 0 ദെൻ Cl-, അതായത് ദെൻ ഒരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. ഇനി ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ലാംഡായം 0 ഓഫ് ബേരിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ലാംഡ 0 അയോണിക് കണ്ടക്റ്റൻസ് ഓഫ് Ba2++ 2 × 2 Cl ഉള്ളതുകൊണ്ട് ദെൻ Cl-. ഇത്ര എഴുതാനേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ കോൾഡ്രാഷസ് ലോ പഠിക്കണത്. എന്താ കോൾഡ്രാഷസ് ലോ? ഇമ്പോർട്ടൻ്റ് ആണ്.
The law states that limiting molar conductivity of an electrolyte can be represented as the sum of individual contribution of anion and cation of the electrolyte. ഇവിടെ ക്ലോറൈഡ് എന്താണോ കൊടുക്കുന്നത് അതന്നെയായിരിക്കും ഇവിടെ, പക്ഷേ 2 ടൈംസ് ഉണ്ടാവും എന്നുള്ളത്. അത് Na+നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, Cl- ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇൻഫിനിറ്റ് ഡയലൂഷനിൽ. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദി ദെൻ സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടൻസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ. അല്ലെങ്കിൽ ഇത് പഠിക്കുക, limiting molar conductivity of an electrolyte can be represented as the sum of individual contributions of cation and anions of the electrolyte. ഇവിടുന്നാണ് നമ്മൾ എഴുതിയത് ലാംഡ എന്തൊക്കെയത്, ലാംഡ m0 NaCl ഈക്വൽ ലാംഡ 0 Na പ്ലസ് ലാംഡ 0 Cl മൈനസ്, Na പ്ലസ് Cl മൈനസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ആൻഡ് ക്ലോറൈഡ് അയോൺ റെസ്പെക്റ്റീവ്ലി. ജനറൽ ആയിട്ട് ഇപ്പം നമ്മൾ ഇവിടെ എഴുതിയ പോലെ 2 ടൈംസ് വന്നപ്പോൾ നമ്മൾ എഴുതിയ പോലെ എന്താണ് ഇവിടെ നോക്കൂ, ഒരു ഇലക്ട്രോലൈറ്റിന് ലാംഡ m0 ദെൻ ഈക്വൽ ടു എന്താണ് ന്യൂ പ്ലസ് ലാംഡ 0 പ്ലസ് ന്യൂ മൈനസ് ലാംഡ 0 മൈനസ്. ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ്, ഇത് എത്ര കാറ്റയോൺ ഉണ്ട് എന്നുള്ളതാണ് ഒരു മോളിക്യൂൾ, ഇത് എത്ര ആനയോൺ ഉണ്ട് എന്നുള്ളതാണ്. കാറ്റയോൺസിൻ്റെ നമ്പർ, ആനിയോൺസിൻ്റെ നമ്പർ, എളുപ്പമല്ലേ അത്? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിലോ Al2SO4 ത്രൈസ് ഇതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതെന്തായിരിക്കും, 2 ഇൻറ്റു ലാംഡ 0 Al3 പ്ലസ് 3 ഇൻറ്റു ലാംഡ 0 SO4 2 മൈനസ്. ഡൗട്ട് വരൂലല്ലോ, ഇത്രയേ വരുന്നുള്ളൂ. ഇതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് കോൾട്രാഷസ് ലോ. ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക. കോൾട്രാഷസ് ലോ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദി സം ഓഫ് മോളാർ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. കോൾട്രാഷസ് ലോ എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണത്. ഇനി എന്താണ് കോൾട്രാഷസ് ലോയുടെ അപ്ലിക്കേഷൻ? ഒന്നാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ലാംഡ m0 ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ലാംഡ m0 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ആ ഗ്രാഫ് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്താൽ മതി. വീക്ക് ഇലക്ട്രോലൈറ്റിന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കൂ, അസറ്റിക് ആസിഡ് ലാംഡ 0m ഓഫ് അസറ്റിക് ആസിഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ ലാംഡ 0m ഓഫ് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് കാൽക്കുലേറ്റ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ലാംഡ 0 CS3COO മൈനസ് പ്ലസ് ലാംഡ 0 H പ്ലസ്. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷന് നമുക്ക് അറിയേണ്ടത് ലാംഡ 0m ഓഫ് CS3COON. ഇതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഗ്രാഫിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇതെങ്ങനെ കിട്ടുക? ലാംഡ 0 CS3COO മൈനസ് പ്ലസ് ലാംഡ 0 Na പ്ലസ്. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു ഞാൻ. ഇനി അടുത്തതൊന്നും കൂടി അറിയണം, ലാംഡ 0m ഓഫ് HCl അറിയണം. അതെങ്ങനെയാണ്? ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. H പ്ലസ് ലാംഡ 0 Cl മൈനസ്, മൂന്നാമത്തെ ഇക്വേഷന്. ഇനി ഒന്നുകൂടി അറിയണം, ലാംഡ 0m of NaCl equal to lambda 0 Na plus lambda 0 Cl minus. ഇത് നാലാമത്തെ ഇക്വേഷൻ. നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 2 + 3 -4 ചെയ്ത് നോക്ക്. 2 + 3 -4 എങ്ങനെ ചെയ്ത്? 2 + 3 -4, 2 + 3 എന്തൊക്കെയാണ്? ലാംഡ 0m ഓഫ് CS3COON പ്ലസ് ലാംഡ 0m ഓഫ് ഏതാണ് HCl മൈനസ് ലാംഡ 0m ഓഫ് NaCl ഈക്വൽ ടു പറ എന്തൊക്കെയാണുള്ളത്? ദെൻ ഇത് ആഡ് ചെയ്യാനുണ്ട്, ഇത് പ്ലസ് ഇത് മൈനസ്, ഈ മൈനസും ഇതും കൂടി പോവും, ഇതും കൂടി പോവും. ലാസ്റ്റ് എന്താ ഉണ്ടാവുക? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും, ലാംഡ 0 CS3COO മൈനസ് പ്ലസ് ലാംഡ 0 H പ്ലസ്. ഇതെന്താ സാധനം? എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? അപ്പോൾ ഇതെന്തിന് ഈക്വൽ ആണ്? ലാംഡ 0m ഓഫ് അസറ്റിക് ആസിഡിന് ഈക്വൽ ആണ്. സോ ദെൻ എന്താ ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയത്? എന്താണ് ലാസ്റ്റ് ഇക്വേഷൻ? എങ്ങനെ കിട്ടുക? ലാംഡ 0m ഓഫ് CS3COO H ഈക്വൽ ടു ലാംഡ 0m ഓഫ് CS3COO Na പ്ലസ് ലാംഡ 0m ഓഫ് HCl മൈനസ് ലാംഡ 0m ഓഫ് NaCl. ഓക്കെ, ഇതൊന്നും കൂടി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. നമ്മൾ എന്താ ചെയ്തത്? എന്താണ്? 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ ദെൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫ്രം ഗ്രാഫിൽ നിന്ന് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തിട്ട്. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്യാം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും. വേറൊന്നും കൂടി ഞാൻ എളുപ്പത്തിന് പറയാം, നിങ്ങൾ നോക്കിക്കോ.
നോക്കൂ, നമുക്ക് ദെൻ ലാംഡ 0 എം ഓഫ് NH4OH കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ പറ, ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഈ NH4+ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അത് ലാംഡ 0 എം ഓഫ് NH4+. റെഡിയാണോ? ഇനി OH- ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ദെൻ NH4OH ആട്ടോ, NH4OH പ്ലസ്. ഇനി NH4OH അല്ല, NH4Cl, NH4OH NH4+ ഉള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പ്ലസ് ലാംഡ 0 എം ഓഫ് OH- ഉള്ളത് KOH എടുത്തു മൈനസ്. ഇനി ഇപ്പം Cl-ഉം ദെൻ K+ഉം അധികമാണ്, അപ്പോൾ ലാംഡ 0 എം ഓഫ് KCl. ക്ലിയർ ആവുന്നുണ്ടോ? അത് നമ്മൾ ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ NH4Cl പ്ലസ് NaOH എടുത്തു വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? KCl അല്ല, അന്നേരം ആരെ മൈനസ് ചെയ്യേണ്ടി വരിക? NaCl-നെ നമ്മൾ മൈനസ് ചെയ്യേണ്ടി വരും. NaCl-ൻ്റെ ഒന്നുകൂടി ഞാൻ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നോക്കൂട്ടോ, NCERT ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലാംഡ 0 എം ഓഫ് H2O കാൽക്കുലേറ്റ് ചെയ്യണം. H2O എങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റാ? വീക്കാണ്. അപ്പോൾ അവിടെ H+ ഉണ്ട്, OH- ഉണ്ട്. H+ ഉള്ള ഒരാളെ പറ, ലാംഡ 0 എം ഓഫ് പറ HCl. ഇനി പ്ലസ്, ഇനി OH- ഉള്ള ഒരാളെ പറ, ലാംഡ 0 എം ഓഫ് NaOH. കറക്റ്റ്. ഇനി അടുത്ത് മൈനസ്. ഇനി ആരെ മൈനസ് ചെയ്യേണ്ടത്? ഇന്ന് Cl-ഉം ദെൻ Naയും കൂടിയുള്ള ആൾ അധികമാണ്, ലാംഡ 0 എം ഓഫ് NaCl. ഇത് KOH ആണെങ്കിൽ KCl മൈനസ് ചെയ്യാൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ അപ്ലിക്കേഷൻസ് ഓഫ് കോൾട്രാഷസ് ലോയിൽ ഒന്നാമത്തെ ചെയ്ത് പഠിക്കണത് എളുപ്പമാണ്. 1-2 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലാവും. രണ്ടാമത്തത്, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ ഡിഗ്രി ഓഫ് അയണൈസേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 80 മോളിക്യൂൾ അസറ്റിക് ആസിഡ് എടുത്തു, 20 അയണൈസ് ചെയ്താൽ ദെൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് അയണൈസ്ഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ എത്ര മോൾ എന്നുള്ള ഇതിനാണ് നമ്മൾ ഡിഗ്രി ഓഫ് അയണൈസേഷൻ. അപ്പോൾ ഈ ദെൻ ടോട്ടൽ മോളിക്യൂൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ദെൻ അത്രയുള്ളത് ഇത്രയും അയോൺസിൻ്റെ കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ ദെൻ ആൽഫ ഈക്വൽ ടു ലാംഡായം ഡിവൈഡഡ് ബൈ ലാംഡായം 0. ഇത് ശരിയാവും. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിന് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആൽഫ ഈക്വൽ ടു ലാംഡായം ഡിവൈഡഡ് ബൈ ലാംഡായം 0. ഇത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, ഇത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഗിവൺ കോൺസെൻട്രേഷൻ. ഇനി അടുത്തത് Ka ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ ഇക്വിലിബ്രിയത്തിൽ C⁴² ഡിവൈഡഡ് ബൈ 1 - ആൽഫ. ആൽഫക്കൊക്കെ നമ്മൾ ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് Ka ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. അപ്പോൾ കോൾട്രാഷസ് ലോയുടെ അപ്ലിക്കേഷൻ എന്താ? ഒന്നാമത് പറഞ്ഞത് എന്താണ്? ടു കാൽക്കുലേറ്റ് ലാംഡായം 0 ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ദെൻ ഇത്രയും പാർട്ട് ദെൻ അപ്ലിക്കേഷൻസ് ഓഫ് കോൾട്രാഷസ് ലോ. സോ ഓക്കെ, നമ്മൾ പഠിച്ചത് എന്തൊക്കെയെന്ന് നോക്കിക്കോ. നമ്മൾ തുടങ്ങിയതാണ് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്റ്റൻസ്, കണ്ടക്ടിവിറ്റി, ദെൻ ഇലക്ട്രോളിറ്റിക് കണ്ടക്ടറും ദെൻ അതേപോലെ മെറ്റാലിക് കണ്ടക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് പിന്നീട് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് മോളാർ കണ്ടക്ടിവിറ്റി പഠിച്ചു. കാപ്പയും മോളാർ കണ്ടക്ടിവിറ്റിയും വിത്ത് ഡയല്യൂഷൻ എന്താ മാറ്റം വരിക എന്നുള്ളത് പഠിച്ചു. പിന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഡെഫിനിഷൻ ഓർത്തു വെക്കണേ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ദെൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനാണ് കോൾട്രാഷസ് ലോ ഓഫ്, എന്താ ലോയുടെ മുഴുവൻ പേരെന്താ? കോൾട്രാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അതും പഠിച്ചേക്കുക. ദെൻ ഇത് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷൻസ് ഓഫ് കോൾട്രാഷസ് ലോ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ക്ലാസ്സോടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, താങ്ക് യു.